ഇന്ന് നമ്മളൊരു ചോറും ഉണ്ട്, പലതരത്തിലുള്ള ചോറുണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്തൊക്കെ ചോറാന്ന് പറയട്ടെ. കോക്കനട്ട് റൈസ്, ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ് ആൻഡ് കേർഡ് റൈസ്. അപ്പോൾ ഇതിനാദ്യം തന്നെ പച്ചരി നല്ലോണം വേവിക്കില്ല കേട്ടോ, കുറച്ചൊരു വേവ് കുറച്ചിട്ട് ചോറുകൾ അരി വിട്ട് വിട്ട് കിടക്കണം വറ്റുകളൊക്കെ. എന്നിട്ട് നമ്മളതിനെ ഉപ്പിട്ടിട്ടായിട്ട് വേവിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് കേർഡ് റൈസ് അല്ലെങ്കിൽ തൈര് സാദമാണ്. അപ്പോൾ അതിന് തൈര് കൂട്ടി ചോറ് കുഴച്ച് വെച്ചു. അതിന് ശേഷം അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും, എന്നിട്ട് നമ്മളവിടെ വെച്ച ഇൻഗ്രീഡിയൻസ് ഇല്ലേ, കടുക്, ഉഴുന്ന് പരിപ്പ്, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് എള്ളും ഉണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ചോറ് മിക്സ് ചെയ്യും. അപ്പോൾ പുളിപ്പ് കൂടുതലാണ്, കുറച്ച് പാൽ ഒഴിക്കാം. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കിയ ഇതെന്തായി, തൈര് സാദായി കേട്ടോ. അടുത്തത് ഉണ്ടാക്കാൻ പോണത് ലെമൺ റൈസാണ്. അപ്പോൾ അതിനും കടുക് കോമൺ ആണ് കേട്ടോ, എല്ലാത്തിലും ഉണ്ട് കടുകും ഉഴുന്നൊക്കെ. അപ്പോൾ കടുക് പൊട്ടിച്ചു, ഉഴുന്ന് പരിപ്പ് ഇട്ടു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പച്ചമുളക് ഇട്ടു, കറിവേപ്പിലയും കുറച്ച് നിലക്കടലയും, എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റും നന്നായിട്ട്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറെടുത്തിടും. ചോറിട്ടിട്ടോ അത് നന്നായിട്ട് ഇളക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും ചോറിൽ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് ആറിക്കഴിയുമ്പോൾ അതിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കും. ആറിക്കഴിയുമ്പോൾ എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ, അല്ലെങ്കിൽ കുറച്ച് കയ്പ്പ് വരും. പിന്നെ അടുത്ത് ഉണ്ടാക്കണ കോക്കനട്ട് റൈസാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം കടുക് ഇടുക, ഉഴുന്നിടുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും 2 ചുവന്ന മുളകും കൂടി ഇട്ടു. എന്നിട്ട് അതും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കും. എന്നിട്ട് ഈ നാളികേരം ഒക്കെ കൂടി ഒന്നൊരു ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചോറ് എടുത്തിടും. അപ്പോൾ നമ്മളെല്ലാത്തിനും ഒരേ ചോറ് തന്നെ കേട്ടോ, നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിൽ നിന്നാണ് ഇതിലേക്കൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ കോക്കനട്ട് റൈസും റെഡിയായി. ഈ ലാസ്റ്റ് നമ്മുടെ ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ കടുക് പൊട്ടിച്ചു, അതിലേക്ക് വെളുത്തുള്ളി, സവാള, ഇഞ്ചി ഒക്കെ കൂടി, കറിവേപ്പില നന്നായിട്ട് വഴറ്റും. എന്നിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ടിട്ട് ഇളക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിൽ ഉപ്പ് ഓൾറെഡി ചോറിലുണ്ടെങ്കിലും ഇതിലേക്ക് ചിലപ്പോൾ നമുക്ക് ആ ഉപ്പ് മതിയാവാണ്ട് വരും, കാരണം ഇതും കൂടി ഉണ്ടല്ലോ, ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കും. അങ്ങനെ കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഇത് വറ്റിക്കഴിയുമ്പോൾ അതിലേക്ക് ചോറിട്ടിട്ട് നന്നായിട്ട് ഇളക്കും. അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചില കുട്ടികൾക്കൊക്കെ ചോറുണ്ണാൻ മടിയായിരിക്കുമല്ലോ, എനിക്കും മടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായോന്ന്. അപ്പോൾ നമുക്കിതിപ്പോൾ ബാക്കി വന്ന ചോറുകൊണ്ടും ചെയ്യാം. ചിലപ്പോൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയായി കഴിഞ്ഞാൽ അതുകൊണ്ടും ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവരെയും പറ്റിക്കാം. അപ്പോൾ നല്ല സ്വാദാട്ടോ, എല്ലാത്തിനും നല്ല സ്വാദായിരുന്നു.